ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च। श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिंधु दीनबंधो जगत्पदे गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 10 9-ാമത്തെ ശ്ലോകം മുതൽക്ക്. നമ്മള് ഇൻവൊക്കേഷൻ മന്ത്രം ചൊല്ലാറുണ്ട് അല്ലേ. അപ്പൊ ഈ ചില സമയത്ത് നമുക്ക് സമയമില്ല, ഓഫീസിലാണെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, ലിമിറ്റഡ് ടൈം ഉള്ളൂ. അപ്പൊ ഇത്രയും വലിയ ഇൻവൊക്കേഷൻ മന്ത്രം ചൊല്ലാൻ ഇത് മാത്രം ചൊല്ലിയാലും മതി. സമയമില്ലെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ മുഴുവൻ ചൊല്ലുക. എന്താണ്? ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമ. അതിലെല്ലാവരും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഗുരുവേ ഗൗരചന്ദ്രായ ഗൗരാംഗ മഹാപ്രഭു അടങ്ങിയിട്ടുണ്ട് അല്ലെ. ഗുരുണ്ട്, ഗൗരാംഗ മഹത്തുണ്ട്. രാധികായ തദാലയെ രാധാറാണി. തദാലയെ രാധാറാണിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും, രാധാറാണിയുടെ സഖിമാരെ എല്ലാ ഡിവോട്ടീസും. രാധിക തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ. കൃഷ്ണൻ, ഓക്കെ, കൃഷ്ണന്റെ ഭക്തര്. തദ്ഭക്ത ഭക്തരുടെ ഭക്തര് അല്ലേ. സോ ഗുരുവെ എല്ലാ ഗുരുജനങ്ങളും അതിൽ പെട്ടു, ആചാര്യന്മാരും എല്ലാവരും പെട്ടു. ഗുരുവിന്റെ ഉള്ളിൽ എല്ലാ ഡെമിഗോഡ്സും പെട്ടിട്ടുണ്ട്. ഒരു ഗുരുവിനെ നമ്മള് 33 മുക്കോടി ഡെമിഗോഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അവരെ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇൻഡിവിജ്വലായിട്ട്. ഗുരു റെപ്രസെന്റ്സ് ഓൾ ഓഫ് ദം. എല്ലാ ഡെമിഗോഡിനും അവർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പശുവിന്റെ ദേഹത്തില് എല്ലാവരും ഉണ്ട്, എല്ലാ ഡെമിഗോഡ്സും ഉണ്ട്, അറിയോ? എല്ലാ ഡെമിഗോഡ്സും ഉണ്ട്, ലക്ഷ്മിജി എല്ലാവരും ഉണ്ട്. അപ്പോൾ അതേപോലെ ഗുരു റെപ്രസെന്റ് ഓൾ ദ ഡെമിഗോഡ്. അപ്പൊ ഗുരുജനങ്ങള്, ആചാര്യന്മാരെ, ഡെമിഗോഡ്സ് എല്ലാം ആ ഒരൊറ്റ വാക്കില് ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഗുരുവേ ഗൗരചന്ദ്രായ, അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ എല്ലാ കംപ്ലീറ്റ് എൻടോറേജ് വന്നു. രാധികായ തദാലയെ രാധാറാണി ആൻഡ് രാധാറാണിയുടെ എല്ലാ അസോസിയേറ്റ്സും ഡിവോട്ടീസും വന്നു. രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ. കൃഷ്ണൻ ഭക്തന്മാര് തദ്ഭക്തായ. കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമ. അപ്പൊ ഇത്രയും നമ്മൾ ചൊല്ലിയാൽ എല്ലാവരെയും നമ്മൾ വന്ദിച്ചു. അതായത് സമയമില്ലെങ്കിൽ, ലിമിറ്റഡ് ടൈമാണ്, നമ്മളിപ്പോ ഓഫീസിലൊരു 2 ശ്ലോകം വായിക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ. അപ്പൊ ഈ ഒറ്റ ശ്ലോകം കൊണ്ട് നമ്മളെല്ലാവരെയും അവരുടെ ബ്ലെസ്സിങ്സ് ആഗ്രഹിക്കുകയാണ്, സീക്കുകയാണ്. ടെക്സ്റ്റ് 9. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ മാം നിത്യം തുഷ്യന്തി ചാരമന്തി ച. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ മാം നിത്യം തുഷ്യന്തി ചാരമന്തി ച. ഹരേ കൃഷ്ണ. രൂപേശ്വരി മാതാജി.
हरे कृष्ण प्रभु जी। मच्चित्ता मद्गद प्राणा बोधयन्ता परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च। ये बोल प्रभु। मच्चित्ता मद्गता प्राणा बोधयन्ता परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च। सिमे माता जी। हरे कृष्ण। कृष्ण। मच्चित्ता मद्गत प्राणा बोधयन्ता परस्परं कथायन्तश्च मां नित्यं तुष्यन्ति च रमन्ति च। अर्चना माता जी। हरे कृष्ण। कृष्ण। मच्चिन्ता मद्गता प्राणा बोधयन्ता परस्परं कथायन्तश्च माम मां नित्या तुष्यन्ति च रमन्ति च। वेरी गुड। ट्रांसलेशन प्रभु वाइको। Hare Krishna Prabhu. Yeah. The thoughts of my pure devotees dwell in me. Their lives are fully devoted to my service, and they derive great satisfaction and bliss from always enlightening one another and conversing about me. Hare Krishna Prabhu. Very good. The thoughts of my pure devotees dwell in me. Their lives are fully devoted to my service, and they derive great satisfaction and bliss from always enlightening one another and conversing about. അപ്പോൾ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ തോട്ട്സ്, സ്മർത്തവ്യം സതതം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുചിത്, ആൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. ഈ തലത്തിലുള്ള എല്ലാ ഡിവോട്ടീസിന്റെയും തോട്ട്സ്, ചിന്തകൾ, വിചാരം എപ്പോഴും ഭഗവാനിലെ ഇരിക്കും, ഭഗവാനുണ്ടായിരിക്കും അല്ലേ. ദർ ലൈഫ്സ് എ ഫുള്ളി ഡിവോട്ടഡ് ടു മൈ സർവീസ്. ഭഗവാനെ പ്ലീസ് ചെയ്യുക, അതിൽ അപ്പുറത്ത് അവർക്ക് യാതൊരു ചിന്തയില്ല. ആൻഡ് ദേ ഡെറൈവ് ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ചെയ്യുന്നതിൽ അവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയും ഒരു ആനന്ദവും അല്ലേ. ആൻഡ് ബ്ലിസ് ഫ്രം ഓൾവേസ് എൻലൈറ്റനിങ് വൺ അനദർ ആൻഡ് കൺവേഴ്സിംഗ്. അപ്പൊ അത് മാത്രമല്ല, അത് അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അതിലും സന്തോഷം. സ്വന്തം അനുഭവിക്കുന്ന സന്തോഷം അല്ലേ, സ്വന്തം അവര് എൻലൈറ്റൻ ആവുന്നു, മറ്റുള്ളവർക്കും ഈ കഥകൾ പറഞ്ഞ് ഭഗവാന്റെ ഗുണരൂപ നാമ ലീലകൾ പറഞ്ഞ് അവർ സ്വയം സന്തോഷിക്കുന്നു, മറ്റുള്ളവർക്ക് ഈ സന്തോഷം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ മനസ്സിൽ എപ്പോഴും ഡിവോട്ടീസ് ഉണ്ടായിരിക്കും. ഭഗവാന്റെ മനസ്സിൽ അതാണ് നാഹം തിഷ്ഠാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയശവ തത് വാട്ട് ഈസ് ദാറ്റ് മദ്ഭക്ത യത്ര ഗായതി തത്ര തിഷ്ഠാമി. തത്ര തിഷ്ഠാമി നാരദ. അപ്പൊ ഞാൻ എവിടെയില്ല, വൈകുണ്ഠത്തിലല്ല, യോഗികളുടെ മെഡിറ്റേറ്റിംഗ് യോഗികളുടെ മനസ്സിലല്ല. എവിടെയാണ് ഞാനുള്ളത്? എവിടെയാണോ എൻ്റെ ഭക്തരെ എൻ്റെ ഗുൺഗാൻ, അതായത് എന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന, എന്നെ സ്തുതിന്ന് അവരുടെ അടുത്തായിരിക്കും ഞാനിപ്പോൾ. അതാണ് ഭക്തൻ. ഒരു പ്രാവശ്യം ഹനുമാൻ അയോധ്യയിൽ പോയി, ലോർഡ് രാമന്റെ ദർബാറിൽ. അപ്പോൾ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. രജിസ്ട്രേഷൻ കൗണ്ടറിലൊരു രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ഡിവോട്ടീസിന്റെ പേരുണ്ട്, ഹനുമാന്റെ പേര് മാത്രമില്ല. ഹനുമാൻ ഭയങ്കര വിഷമായി. അയ്യോ, എൻ്റെ പേര് മാത്രമല്ലോ, കുറേ ഡിവോട്ടീസിന്റെ പേരുണ്ട്, ഹനുമാന്റെ പേര് മാത്രമില്ലേ. ഭയങ്കര വിഷമിട്ട് ചോദിച്ചു ഭഗവാനെ കണ്ടപ്പോൾ, ഭഗവാൻ ഒരു കാര്യം എനിക്കൊരു ചോദിക്കാനുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ, ഞാൻ ആ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്നപ്പോൾ രജിസ്റ്റർ കണ്ടു, അതിലെ എല്ലാ ഭക്തന്മാരെയും ഉണ്ട്, പക്ഷെ എൻ്റെ പേരില്ല. അപ്പോൾ ഭഗവാൻ ഉള്ളിലേക്ക് കൊണ്ടുപോയി. കൊണ്ട് പറഞ്ഞ് വേറൊരു ഡയറി കാണിച്ചു കൊടുത്തു. അത് എന്നെ ആലോചിക്കുന്ന, എന്നെ ഓരോ കാര്യത്തിനും വേണ്ടി വിളിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ്. പക്ഷെ എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡിവോട്ടീസിനെ, എപ്പോഴും എന്നെ സ്മരിക്കുന്ന ഡിവോട്ടീസിനെ, അതായത് സെൽഫ്ലെസ് ആയിട്ട് സർവീസ് ചെയ്യുന്ന ഡിവോട്ടീസിന്റെ ഒരു സെപ്പറേറ്റ് ഡയറി കാണിച്ചു കൊടുത്തു. അതിൽ ആദ്യത്തെ പേര് ആരുടെയാണ്? ഹനുമാന്റെ ആണ്. അതായത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഡിവോട്ടീസിൽ ആദ്യത്തെ പേര് ഹനുമാരുടെ. അപ്പൊ അതായത് രണ്ട് ഡയറി, അപ്പൊ രണ്ട് ഡയറി വെച്ചിട്ടുണ്ട് ഭഗവാൻ. ഒന്ന് ഭഗവാനെ തൻ്റെ
സ്വാർത്ഥ താല്പര്യത്തിന് വിളിക്കുന്ന ആൾക്കാര് ഭഗവാന്റെ ഭക്തന്മാരാണ്, പക്ഷെ അവിടെ കുറച്ചൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരിക്കും. ആ ഡിവോട്ടീസ് എല്ലാ പേരുമുണ്ട് അതിൽ. പക്ഷെ ഭഗവാന്റെ, അതായത് ഹനുമാൻ പോലുള്ള ശുദ്ധ ഭക്തന്മാരുടെ ലിസ്റ്റ് അല്ല അത്. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ. പക്ഷെ ഭഗവാൻ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, തന്റെ ഭക്തന്മാര്, അല്ലേ? അഹം ഭക്ത പരാധീനം. അപ്പൊ ആ ലിസ്റ്റിലെ ഏറ്റവും ടോപ്പിൽ ആരാണ്? ഹനുമാനാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മള് അമ്പലത്തിൽ പോകുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു, നമ്മള് ഭഗവാനെ ദർശനം കാണുന്നു. പക്ഷെ ഭഗവാൻ നമ്മളെ നോക്കുന്നുണ്ടോ നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ പറയും നല്ല ദർശനം കിട്ടി, അല്ലേ? നല്ല ദർശനം കിട്ടി, എന്ത് നല്ല, എന്നെ മാറ്റിയതല്ലേ. ചില ആൾക്കാർ പറയും ഞാൻ അവിടെ 2 മിനിറ്റ് നിന്ന് തൊഴുതു, എന്നെ മാറ്റിയതില്ല. പക്ഷേ ഭഗവാനെ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഭഗവാൻ നോക്കുന്ന സുജയപ്രഭുവിനെ ആയിരിക്കും, എന്നെ നോക്കുന്നില്ല. ഞാൻ പറയുന്നു 2 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ സാറ്റിസ്ഫൈഡ്. പക്ഷേ ഭഗവാൻ ചിലപ്പോൾ എന്നെ ആയിരിക്കില്ല നോക്കുന്നത്, വേറെ ഡിവോട്ടി ആയിരിക്കും നോക്കുന്നത്. കാരണം ആ ഡിവോട്ടി സെൽഫ്ലെസ് ആയിട്ട് യാതൊരു സ്വാർത്ഥ താല്പര്യമില്ലാതെ ഭഗവാനെ പൂർണ്ണമായിട്ടും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. മറ്റേതെന്താണ്? കുറച്ച് സെൽഫിഷ് നേച്ചർ ഉണ്ട്. 4 തരത്തിലുള്ള ആൾക്കാരാണല്ലോ ഭഗവാന്റെ അടുത്ത് പോവുക. ആരൊക്കെയാണ്? ചതുർവിധ ഭജന്തേമ ഉം. ജന സുകൃതിനോ അർജുന ഉം. ആർത്തോ ജിജ്ഞാസുർ അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ, അല്ലെ? ഇപ്പോ ഇതിലും ഇതിലാണ് പ്യുവർ ലവ്, ശുദ്ധ ഭക്തന്മാര്. ഈ 4 പെടില്ല. ഇതിലൊക്കെ കുറേശ്ശെ അതായത് അർത്ഥാർത്ഥി, ജ്ഞാനി, ജിജ്ഞാസു, ഇതിലെല്ലാം ടു സം ഡിഗ്രി ദർ ഇസ് സം എക്സ്പെക്ടേഷൻ. അതിലും ഉയർന്ന തലത്തിലാണ് ശുദ്ധഭക്തന്മാര്. അവിടെ എക്സ്പെക്ടേഷൻ ഇല്ല. ഓക്കെ, ഹനുമാൻ, ഗോപികന്മാര്, ഗോപന്മാര്, ഇവർക്കൊന്നും യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാത്ത ഡിവോട്ടീസ് ആണ്. അവരുടെ ഒരേ ഒരു എക്സ്പെക്ടേഷൻ ഉള്ളൂ. എന്താണ് എക്സ്പെക്ടേഷൻ? ഭഗവാനെ പ്രീതിപ്പെടുത്തുക, അല്ലേ? അതുകൊണ്ടാണ് ഗോപികമാരെ എല്ലാ സോഷ്യൽ എത്തിക്സും കട്ട് ചെയ്തിട്ട്, എല്ലാ ബൗണ്ടറീസും കടന്നിട്ട് അവര് അർദ്ധരാത്രിക്ക് വേണുനാഥം കേട്ടപ്പോൾ ഭഗവാന്റെ അടുത്ത് ഓടിയെത്തിയത്. അപ്പൊ ആ വേണുനാഥം കേട്ട ഉടനെ അവരെന്താണ്, അവർ കുട്ടികളുടെ കൂടെ ആയിരുന്നു, അമ്മമാരുടെ കൂടെ ആയിരുന്നു, അച്ഛന്മാരുടെ കൂടെ ആയിരുന്നു. അതെല്ലാം വിട്ടിട്ട് എല്ലാം പരിസരം മറന്ന് മുകളിലത്തെ വസ്ത്രം താഴെ ധരിച്ചു, താഴത്തെ വസ്ത്രം മുകളിൽ ധരിച്ചു, എന്താ പറയുക, ചെവിയിലത്തെ മൂക്കിൽ ധരിച്ചു, അങ്ങനെ എല്ലാം പരിസരം മറന്നു. അത്രയും ആ ഒരു ടോട്ടലി മാഡൻഡ് ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം വിട്ടെറിഞ്ഞ് പോയി. അപ്പൊ എല്ലാ സോഷ്യൽ എത്തിക്സും കട്ട് ചെയ്തിട്ടാണ് ആ സമയത്ത് ഇത്. അപ്പോ എന്താണ് അവിടെ? ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണത്. തൻ്റെ സ്വാർത്ഥ താല്പര്യം അവിടെ ഇല്ല. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഡിവോട്ടി മച്ചിത്ത മത് ഗതാ പ്രാണ ബോധ എന്താ പരസ്പരം. അപ്പോ എൻ്റെ പ്രാണന്മാർ അവര് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും, അങ്ങനത്തെ ഡിവോട്ടീസ്. സോ ദ തോട്ട്സ് ഓഫ് മൈ പ്യുവർ ഡിവോട്ടീസ് ഡ്വെൽ ഇൻ മീ, ദ ലൈവ്സ് ആർ ഫുള്ളി ഡിവോട്ടഡ് ടു മൈ സർവീസ്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. സി ദാറ്റ് ഈസ് മറ്റ് നമ്മളും സേവ ചെയ്യുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. മിക്ക ആൾക്കാരും എന്തിനു വേണ്ടിയിട്ടാണ്? അവനവന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഭഗവാനും കൂടി പ്രീതിപ്പെട്ടാൽ നന്നായിരിക്കും എന്നുള്ളൊരുന്നുണ്ട്. പക്ഷെ 99.99% ആൾക്കാരും എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, അല്ലേ? അപ്പൊ ആ വ്യത്യാസമാണ് ശുദ്ധ ഭക്തന്മാരും ജനറൽ ഡിവോട്ടീസ് തമ്മിൽ. അപ്പോൾ ഫുള്ളി ഡിവോട്ടഡ് ടു മൈ സർവീസ് ആൻഡ് ദ ഡെറൈവ് ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ. അതിൽ കിട്ടുന്നപ്പോൾ ഒരു അമ്മ വളരെ ആത്മാർത്ഥമായിട്ട് കുട്ടിയെ പരിചരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയെ പരിചരിക്കുക പറഞ്ഞാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അത് എന്തിനാ കരയുന്ന അമ്മയ്ക്ക് അറിയില്ല. വിശന്നിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറുവേദന വന്നിട്ടാണോ എന്തെങ്കിലും അസുഖം വന്നിട്ട് അറിയില്ല. അപ്പൊ ഒക്കെ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിട്ട് അമ്മ പരിചരിക്കുന്നു. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടായാലും അമ്മയ്ക്ക് ഒരു ആനന്ദം കിട്ടുന്നുണ്ട്, അല്ലെ? ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അമ്മയ്ക്ക് കിട്ടുന്ന ആനന്ദം എന്താണ്? ആ കുട്ടി സമാധാനമായിട്ട് സന്തോഷമായിട്ട് കരയാതെ നന്നായിട്ട് കളിച്ച് ചിരിച്ച് കിടക്കുമ്പോൾ, നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞ് കളിച്ച് ചിരിച്ച് കിടക്കുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന ആനന്ദം, അല്ലെ? അതേപോലെയാണ് ഇവിടെ. അതാണ് പ്രഭുപാദ എന്തെങ്കിലും ഒരു കമ്പാരിസൺ ഉണ്ടെങ്കിൽ അമ്മയും ഒരു ചെറിയ കുട്ടിയായിട്ട് അവിടെ താരതമ്യപ്പെടുന്നത്. ഒരു സെൽഫ്ലെസ് സർവീസാണ്. അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്.
രാത്രി ചിലപ്പോൾ ഉറക്കം വരില്ല, എസ്പെഷ്യലി ഇനീഷ്യൽ ഡേയ്സിൽ രാത്രി ഉറക്കം വരില്ല. ഉറക്കമൊഴിച്ചിലൊക്കെ ഇടരും, മൂത്രമൊഴിക്കും, 1, 2 ഒക്കെ പോകും, അതിനൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട് അത്രയും നന്നായിട്ട് പരിചരിക്കുന്നു. ഇന്നലെ കുട്ടിയുടെ ആനന്ദം കാണുമ്പോൾ കുട്ടിയുടെ നോക്കുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന ആനന്ദം അല്ലെ. അതേപോലെ ഇവിടെ ഭഗവാൻ പറയുന്നത്, അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഏത് ക്ലേശങ്ങളും സഹിക്കാൻ ഡിവോട്ടീസ് തയ്യാറാണ്. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, എന്നെ വേണമെങ്കിൽ നരകത്തിൽ കൊണ്ടായിട്ടുള്ളൂ, കുഴപ്പമില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് യുനോ മേക്ക് മീ ദ ഡസ്റ്റ് ഓഫ് യുവർ ലോട്ടസ് ഫീറ്റ് wherever I may take birth, wherever I am. അല്ലെ, എവിടെ കൊണ്ടായി, നരകത്തിൽ കൊണ്ടായും, പക്ഷേ give me a devotion, give me your devotion service at your lotus feet. ഉദ്ധവർ എന്താ പറഞ്ഞത്? ഉദ്ധവരും പറഞ്ഞത് വലിയ പണ്ഡിതനാണ്, ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുത്ത് പോയതാണ് അല്ലെ ഉദ്ധവര്. ഏത് ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു? ഉദ്ധവര് വലിയ ഡിഗ്രി ഒക്കെ എടുത്തു പോയി ജ്ഞാനത്തില്. ഏതിലായിരുന്നു? ആരുടെ ഡിസൈപ്പിൾ ആയിരുന്നു? മറന്നു, ആരുടെ ഡിസൈപ്പിളാണ്? ബൃഹസ്പതിയുടെ. ബൃഹസ്പതി ആരുടെ ഗുരുവാണ്? ദേവന്മാരുടെ ഗുരുവാണ്. ദേവന്മാരുടെ ഗുരുവിന്റെ കീഴിലാണ് ഉദ്ധവര് പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോ ഇന്ത്യയിലത്തെ ഒരു സ്റ്റുഡന്റ് അമേരിക്കയിൽ പോകുമ്പോൾ വലിയൊരു ഇതല്ല. അമേരിക്കൻ ഇപ്പൊ എല്ലാം ഇതായി. മുമ്പത്തെ കാലത്ത് പറഞ്ഞല്ലോ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരിക്കുന്നത്, വലിയ ഒരു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൽ കുറച്ച്, അതേപോലെ ഉദ്ധവര് ആ യൂണിവേഴ്സിറ്റിയിൽ ബൃഹസ്പതിയുടെ കീഴിൽ പഠിച്ചിട്ട് ഡിഗ്രി എടുത്ത ആളാണ്. അദ്ദേഹം ആരെ പഠിപ്പിക്കാൻ പോയി? ഗോപികമാരെ പഠിപ്പിക്കാൻ പോയി അല്ലേ. ഭഗവാൻ ആക്ച്വലി ഉദ്ധവൻ പഠിക്കണം എന്താണ് പ്യുവർ ഭക്തി എന്നുള്ളതിനാണ് ഉള്ളിൽ എക്സ്റ്റേണൽ റീസൺ ഉദ്ധവരോട് പറഞ്ഞത്, പോയിട്ട് അവരൊന്നും സമാധാനിപ്പിച്ച് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഭഗവാന്റെ എന്തായിരുന്നു ഐഡിയ? ഉദ്ധവർ ഇവിടെ നിന്ന് ശരിക്കുള്ള ആ പ്യുവർ ഭക്തി പഠിക്കണം എന്നുണ്ടായിരുന്നു. അവസാനം ഇവരുടെ ഭക്തി കണ്ടപ്പോൾ എന്താണ് ഉദ്ധവർ ആഗ്രഹിച്ചത്? എനിക്കൊന്നും വേണ്ട, അതായത് വൃന്ദാവനത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു ഗുൽമലത, ഒരു ലതയുടെ പൊസിഷൻ കിട്ടിയാൽ മതി. കാരണം എക്സിറ്റിലും എൻട്രിയിലും ആ ഭക്തരുടെ പാദധൂളി എൻ്റെ ദേഹത്തിൽ സ്പർശിക്കലോ, അത്ര മതി. അത്രയും യോഗ്യതയിലാണ്, അത്രയും അവരെ പുകഴ്ത്തുന്നു, അവരുടെ ഭക്തി കണ്ടിട്ട്, അവരുടെ പ്രേമം കണ്ടിട്ട്, ആരുടെ? ഗോപികമാരുടെ. അവരുടെ പാദധൂളിക്കും കൂടി ഞാൻ അർഹനല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ആരെത്തി? ഉദ്ധവരെത്തി. അപ്പൊ ആലോചിച്ചു അവരുടെ ഭക്തി അല്ലെ. അപ്പൊ ഫുള്ളി ഡിവോട്ടഡ് ടു മൈ സർവീസ് ആൻഡ് ഡിറൈവ് ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ബ്ലിസ് ഫ്രം ഓൾവേസ് എൻലൈറ്റനിങ് വൺ അനദർ ഇൻ കൺവേഴ്സിംഗ് മൂഡ്. അവർക്ക് വേറെ ഒന്നുമില്ല, വേറെ ഒരു ചിന്തയില്ല. ഭഗവാനെ പറ്റി ചിന്തിക്കുക, ഭഗവാനെ പറ്റി പറയുക, ഭഗവാനെ പുകഴ്ത്തി പറയുക, സ്തുതിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അതിൽ കിട്ടുന്ന ആനന്ദം വേറൊരു ഭൗതിക തലത്തിലുള്ള ആനന്ദത്തോടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ ഭഗവാൻ സ്വയം ആരോട് പറയുന്നത്? അർജുനോട് പറയുന്നു. സോ പ്യൂർ ഡിവോട്ടീസ് ഹൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ മെൻഷൻ ഹിയർ engage themselves fully in the transcendent loving service of the Lord. Their minds cannot be diverted from the lotus feet of Krishna. ഉദാഹരണത്തിന് നമുക്ക് അറിയാം ഈ കഥ. നാരദ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര തലവേദനയാണ്, ആ തലവേദന മാറണമെങ്കിൽ എൻ്റെ ഒരു ശുദ്ധ ഭക്തന്റെ ഡസ്റ്റ് ഫ്രം ലോട്ടസ് ഫീറ്റ്, അവരുടെ പാദധൂളി എൻ്റെ നെറ്റിയിൽ പുരട്ടിയാൽ മാറും. ആദ്യം നാരദ മഹർഷി, ഞാനൊരു ശുദ്ധ ഭക്തനാണല്ലോ, എന്നെ തന്നെ ഞാൻ കൊടുക്കാം. അപ്പോഴാണ് അയ്യോ ഞാൻ എന്തൊരു അപരാധമാണ് എന്നെ മനസ്സിൽ വന്നത്, വലിയൊരു അപരാധമല്ലേ, എൻ്റെ പാദധൂളി ഭഗവാന്റെ തെറ്റ്, അയ്യോ ഞാൻ നരകത്തിൽ പോകും, എത്രയും ഒരു പാവമാണ് ഞാൻ ആഗ്രഹിച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉടനെ പല ഡിവോട്ടീസിന്റെ അടുത്തും ആരും തയ്യാറില്ല, എല്ലാവർക്കും പേടിയാണ്. ഭഗവാന്റെ നെറ്റിയിൽ പറ്റാൻ നമ്മളുടെ പാദധൂളിയോ. പക്ഷെ ഗോപികമാരുടെ അവിടെ ചെന്നപ്പോൾ എന്തായി? അവർ എന്തിനും തയ്യാറാണ്. കാരണം ഭഗവാന്റെ സന്തോഷം, സംതൃപ്തി, ആനന്ദമാണ് അവരുടെ സന്തോഷം. അപ്പൊ അവര് നരകത്തിലല്ല, എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഭഗവാന് സാറ്റിസ്ഫാക്ഷൻ, ഭഗവാന്റെ തലവേദന മാറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് പ്യൂർ ഡിവോട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുകയാണ്. സോ ദയർ മൈൻഡ് കനോട്ട് ബി ഡൈവേർട്ട്. അപ്പൊ അവരുടെ മനസ്സിനെ
എന്ത് പറഞ്ഞാലും നാരദ മഹർഷി പറഞ്ഞു, നിങ്ങൾക്ക് അറിയോ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത്രയും വലിയ പാപമാണ്. നിങ്ങളുടെ പാദത്തൂലി ഭഗവാനെ ധൈര്യം നരകത്തിലല്ല, എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് പോകാൻ തയ്യാറാണ്. സോ ദാറ്റ് ഈസ് ഡിഫറൻസ്. അപ്പൊ അവരുടെ മനസ്സിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല, ശുദ്ധഭക്തന്മാരുടെ. സോ ദയർ മൈൻഡ്സ് കനോട്ട് ബി ഡൈവേർട്ടഡ് ഫ്രം ദ ലോട്ടസ് ഫീറ്റ് ഓഫ് കൃഷ്ണ. ഇപ്പോ കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. ഇപ്പൊ 3 തലത്തിലുള്ള അധികാരികളുണ്ട്, ഭക്തന്മാരുണ്ട്. അപ്പൊ കനിഷ്ഠ ലെവലില് എത്ര പെട്ടെന്ന് ഒരാളെ മാറ്റിയെടുക്കാൻ പറ്റും? ഓക്കെ, ഇപ്പൊ നമ്മളൊക്കെ കനിഷ്ഠ ലെവലിലാണെങ്കിൽ നമ്മളെക്കാളും കുറച്ച് അറിവും കുറച്ച് നല്ലൊരു വാക്ചാതുര്യമുള്ള ഒരാൾ വന്നാൽ നമ്മളെ പെട്ടെന്ന് ഇന്ന് മാറ്റാൻ പറ്റും, പെട്ടെന്ന് മാറ്റാൻ പറ്റും. എന്തെങ്കിലും ലോജിക്ക് കൊടുത്താൽ മതി. അതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറഞ്ഞാൽ അവർക്ക് നമ്മളെക്കാളും കുറച്ചുണ്ടായാൽ നമ്മളെ പെട്ടെന്ന് ഇതൊന്ന് മാറ്റാൻ പറ്റും, ഈസിയാണ്. മധ്യമാധികാരിയെ മാറ്റാൻ പറ്റില്ല, ഉത്തമാധികാരിയെ ഒട്ടും പറ്റില്ല. ഉത്തമാധികാരി ആരാണോ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരെ കൺവേർട്ട് ചെയ്യും, അവരെ ട്രാൻസ്ഫോം ചെയ്യും. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ പ്രഭുപാദ അമേരിക്കയിൽ പോയിട്ട് ഒറ്റയ്ക്കാണ്, സിംഗിൾ ഹാൻഡഡ്ലി. ഈ ഹിപ്പികളുടെ കൂടെ സാധാരണ നമ്മൾ പറയാറുണ്ട്, ആരോടാണോ നമ്മൾ സഹവസിക്കുന്നത് അവരുടെ ക്വാളിറ്റീസ് നമുക്ക് പതുക്കെ പതുക്കെ വന്നു ചേരും, ഇല്ലേ? ആ ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണത്. അത് ആരെ അസോസിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. കനിഷ്ഠയാണോ, മധ്യമയാണോ, ഉത്തമയാണോ, അല്ലേ? അപ്പോ മധ്യമ പോയാൽ എന്താ ചെയ്യുക? അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്ക് പോയാൽ അവര് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ സ്വീകരിക്കുള്ളൂ. അതായത് സെയിം വേവ് ലെങ്ത് ഉള്ള, സെയിം കെമിസ്ട്രി ഉള്ള ആൾക്കാർ. അതായത് ഇവർക്ക് ഭഗവാന്റെ കാര്യത്തിനെ പറ്റിയിട്ട് അറിയാനുള്ള ആഗ്രഹമുണ്ട്, അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ ചെന്നത് എങ്ങനെ? നേരെ വിപരീതമാണ്. എല്ലാ സിൻഫുൾ ആക്ടിവിറ്റീസിൽ ഇവരുണ്ട്. ഇവർക്ക് ഭഗവാന്റെ ABCD കാര്യം അറിയില്ല, ഒന്നും അറിയില്ല, അല്ലെ? എന്താണ് സ്പിരിച്വാലിറ്റി അറിയില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആൾക്കാർക്ക് പറ്റില്ല. അത് ഉത്തമാധികാരി അവരുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനത്തെ ആൾക്കാരൊക്കെ പറ്റുള്ളൂ. മറ്റേ മധ്യമാധികാരി അവരെന്ത് ചെയ്യും? അവര് അവോയ്ഡ് ചെയ്യും. കാരണം ദേ ഡോണ്ട് വാണ്ട് ടു അൺനെസറിലി ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ. അപ്പൊ ദേ കീപ് ദം അറ്റ് ഡിസ്റ്റൻസ്. കനിഷ്ഠാധികാരി എന്നാൽ ഞാനൊക്കെ ചെന്നാൽ ഞാൻ ഇപ്പൊ ഹിപ്പി ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ മധ്യമ ദേ അവോയ്ഡ് ദം, ദേ കീപ് ദം അറ്റ് ഡിസ്റ്റൻസ്. ഉത്തമാധികാരിയുടെ എവിടെ വേണമെങ്കിൽ പ്രഭുപാദ നൈറ്റ് ഡിസ്കോ ക്ലബിലാണ് പോയത്. ഡിസ്കോ ക്ലബിൽ പോയിട്ട്, അതായത് പ്രഭുപാദ ചോദിച്ചു അവിടെ ഭയങ്കര ലൈറ്റും ഇതൊക്കെ ഇങ്ങനെ ഇത് കണ്ടപ്പോ എന്താ, അപ്പൊ ഡിസൈപ്പിൾസ് പ്രഭുപാദ ഇത് ഡിസ്കോ ക്ലബാണ്, നൈറ്റ് ക്ലബാണ്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? അപ്പൊ അവര് ചുരുക്കത്തിൽ പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. ഓക്കെ, ലെറ്റ് us go there. ലെറ്റ് us go there. അവിടെ ചെന്നപ്പോ സ്വാമിജി കണ്ടപ്പോ അവിടെ എങ്ങനെ എല്ലാവരും അർദ്ധനഗരായിട്ടും ഒക്കെ ഡാൻസും അതൊക്കെ നടന്നില്ല, എല്ലാ പരിപാടികളുണ്ട് അവിടെ. അപ്പൊ അതില് ഒരാൾ വന്നിട്ട് ചോദിച്ചു, കണ്ടപ്പോ എന്തൊരു തോന്നി, ഹൗ ക്യാൻ ഐ സെർവ് യു? അപ്പോ ആ ഒരു ചോദ്യം തന്നെ ഒരു നല്ലൊരു ഇതാണ്, അല്ലെ? അപ്പോ പ്രഭുപാദിക്ക് എന്തോ ഒരു ടിഷ്യൂ എന്തോ ആവശ്യമായിരുന്നു. ഓക്കെ, അപ്പൊ അത് കൊണ്ടുവന്നു കൊടുത്തു. ആ ഒരു ചോദ്യത്തിന് പിന്നെ അദ്ദേഹം ഡിവോട്ടിയായി എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഇമാജിൻ, എവിടെ പോയിട്ട്? നൈറ്റ് ക്ലബിൽ പോയിട്ട്. സോ ഈ became a devotee later. ആണ്. അതായത് സാധുസംഘ സർവശാസ്ത്രമൊക്കെ ഹേ, ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോയ്. ഇതാണ് ഉത്തമ ഭക്തൻ. നേരെ മറിച്ച് ഒരു താഴെ കടയുള്ള ആളാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മോളിൽ എന്തായിരിക്കും? പതുക്കെ പതുക്കെ ഒരു ദിവസം അന്ന് തിരിച്ചു വരും, പിറ്റേ ദിവസം ഒന്ന് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. ആരും കാണാണ്ട് തലയിലും കൊണ്ടിട്ട് പോകും ചിലപ്പോ, അല്ലേ? അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതാണ് വ്യത്യാസം. അപ്പോൾ ജനറിക് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ ആരോട് സഹവസിക്കുന്നു അത് നമ്മളാവും. പക്ഷെ ഡിപ്പെൻസ് ഹു അസോസിയേറ്റ് വിത്ത് ഹൂം. അപ്പോ അതുകൊണ്ട് ആ തലത്തിലുള്ള ആൾക്കാർ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, അവര് മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യുള്ളൂ. So their talks are solely on the transcendental subjects. The symptoms of pure devotees are described in this verse specifically. Devotees of the Supreme Lord are 24 hours daily engaged in glorifying the qualities and pastimes of Supreme Lord. Prabhupada
Tamal Krishna Goswami Maharaj, from my birth, there is not even a single minute that I have not remembered Krishna. From my birth, there is not even a single minute that I have not remembered Krishna. ആലോചിച്ച് നോക്കൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആർക്ക് പറയാൻ പറ്റും? ആരെങ്കിലും പറയാൻ പറ്റുമോ? ശുദ്ധഭക്തൻ മാത്രമേ പറ്റൂ. എല്ലാവരും പറയില്ല. തമാൽ കൃഷ്ണ ഗോസ്വാമി പറഞ്ഞാൽ അത്രയും വരിഷ്ഠ ഭക്തനാണ്, അത്രയും വേണ്ടപ്പെട്ട. തമാൽ കൃഷ്ണ എന്തെങ്കിലും പ്രഭാത എന്താ പറയുക, മിക്കവാറും സെക്രട്ടറി ആയിരുന്നു കുറെ കാലം. അത്രയും വിശ്വാസമാണ് തമാൽ കൃഷ്ണ ഗോസ്വാമി. എന്തെങ്കിലും ഫസ്റ്റ് കൺസൾട്ട് ചെയ്യുക തമാൽ കൃഷ്ണ. തമാൽ, ഇഫ് യു സേ ഐ വിൽ ഡു ഇറ്റ്. അത്രയും വിശ്വാസമാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ആ പ്രഭാതര ഒരു ഇത് നോക്കി നോക്കൂ, ലെവൽ അല്ലേ. പ്രഭാത പാസ്പോർട്ട് എക്സ്പയറി ആയി. അതായത് 77 ഹി വാണ്ടഡ് ടു ഗോ ടു അമേരിക്ക ആൻഡ് ലണ്ടൻ. ആ സമയത്ത് നോക്കിയപ്പോൾ ഗ്രീൻ കാർഡ് എക്സ്പയർ ആയിരിക്കുന്നു, പാസ്പോർട്ട് എക്സ്പയർ ആയിരിക്കുന്നു. പാസ്പോർട്ട് കിട്ടണം, പിന്നെ വിസയും കിട്ടണം അമേരിക്ക പോകാൻ കണ്ട്. 77 മാർച്ച് ഏപ്രിൽ ആ സമയത്ത് തന്നെ. അപ്പോൾ അഭിരാം ദാസ് പറഞ്ഞിട്ട്, അഭിരാം പ്രഭു പറഞ്ഞിട്ട്, പ്രഭുപാദരെ ഒരു നേഴ്സ് കം സെക്രട്ടറിയാണ് ആ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കേൾക്കുകയായിരുന്നു. അത് പറയുന്നത് പാസ്പോർട്ടിലെ അപ്ലിക്കേഷനിലെ അച്ഛൻ്റെ പേര് എൻ്റെ ഒരു കോളുണ്ട് നമ്മുടെ, അല്ലേ, ഫാദേഴ്സ് നെയിം. അപ്പൊ അതിന്റെ സ്ഥലത്ത് എന്താ എഴുതിയിരിക്കുന്ന അറിയോ? ആരുടെ പേരാ എഴുതിയത്? ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്. ഈ ഗോട്ട് ഇറ്റ് ഡൺ. പിന്നെ അമേരിക്കയിലേക്കുള്ള വിസ കിട്ടാൻ വേണ്ടിയിട്ട് പ്രഭാത് വീൽ ചെയറിലെ വെരി ഇൽ. മാർച്ചിൽ തുടങ്ങിയതാണ്. മാർച്ചിൽ ഹി വാസ് confined to the wheelchair. He cannot go to the embassy or consulate, American consulate. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിർത്തിയില്ല. പിന്നെ അദ്ദേഹം ഡൽഹിയിൽ പോയി. കൽക്കത്തയിൽ ആദ്യം പോയത്, ഡൽഹിയിൽ പോയിട്ട് എന്താ പറയുക, ഒരു ലേഡി ഓഫീസറായിരുന്നു. എന്താണ് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പോൾ അവിടെ വരട്ടെ, വരാൻ പറ്റില്ല, ഈസ് ഇൻ ദ വീൽ ചെയർ. ഓ ദെൻ ഹൗ കെൻ യു ഗോ ടു അമേരിക്ക? റിജക്റ്റഡ് പറഞ്ഞിട്ട് സീലടിച്ച് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ പ്രഭു പറയണ, അഭിരാം പറഞ്ഞു, ഐ വിൽ സീ ദാറ്റ് പ്രഭുപാദ ഗെറ്റ്സ് എ വിസ ബൈ ഹൂക്ക് ഓർ ക്രൂക്ക്. ഇറ്റ് ഈസ് മൈ ഡിസൈഡ് ടു ഗെറ്റ് വിസ ഫോർ യു. ഇമ്മീഡിയറ്റ്ലി ഇവൻ ടു കൽക്കത്ത. കൽക്കത്തയിൽ അവിടുത്തെ കൗൺസിൽ ജനറൽ പരിചയമുണ്ട്. അവിടുന്ന് ഫോൺ ചെയ്തു, പറഞ്ഞു ഞാൻ അങ്ങനെ വരുന്നുണ്ട്, എന്നാ കാര്യം. അപ്പൊ പറഞ്ഞു, ഒരു പ്രശ്നം ഇവിടുന്ന് അദ്ദേഹത്തിന്റെ ബോസ് ഡൽഹിയിലെ ആ ലേഡി റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്താ, വൈ യു ആർ കമ്മിങ് ടു മീ, ഐ കനോട്ട് ഡു എനിത്തിങ്. അപ്പൊ അദ്ദേഹം ത്രട്ടൻ ചെയ്തു, ഐ നോ ആൻഡ് യു നോ വെൽ ആൻഡ് കൃഷ്ണ നോ വെൽ ഹൂ യു ആർ. ഐ എം ഗോയിങ് ടു ഡിസ്ക്ലോസ് ദാറ്റ് ടു യു, ഐ മീൻ ടു ദ പബ്ലിക്, ഇഫ് യു ഡോണ്ട് ഗിവ് മീ. ഒരു ത്രട്ടനിങ് പോലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാണിച്ചാൽ ചെറിയൊരു CIA പ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇതിപ്പോ ഇതായി. പിന്നെ ദേഷ്യം, എന്തായാലും ഐ എം കമ്മിങ് ദർ. അവിടെ ചെന്നു ഇത് പറഞ്ഞു, ഹി ഗോട്ട് ഇറ്റ് ഡൺ വിത്തൗട്ട് ശ്രീല പ്രഭുപാദ. ഹി ഗോട്ട് ഇറ്റ് ഡൺ. ശ്രീല പ്രഭുപാദ പോയ, ജസ്റ്റ് ഇമാജിൻ, അമേരിക്കൻ എംബസിയിൽ പോയിട്ട് ആള് പോവാതെ വിസ മേടിക്കുക എന്ന് പറഞ്ഞാൽ, ഹി ഗോട്ട് ദ വിസ ഡൺ ആൻഡ് വെൻ ടു ശ്രീ പ്രഭുപാദ, യുവർ വിസ ഇസ് റെഡി. യെസ്, താങ്ക് യു വെരി മച്ച്. ആൻഡ് ലണ്ടനിൽ പോയ സമയത്ത് ഭയങ്കര സിക്കായി. പക്ഷെ ഹി കുഡ് നോട്ട് ഗോ ടു അമേരിക്ക. ഹി ഹാഡ് ടു കം ബാക്ക്. ഹി കെയിം ബാക്ക് ടു വൃന്ദാവൻ. Then that's end of it. In November he had to depart. So അങ്ങനെയാണ് അതിൻ്റെ. പിന്നെ അദ്ദേഹം പറയുന്നത്, വളരെ ഇല്ലായ സമയത്ത് പ്രഭുപാദരെ ഒരു വൈദ്യനുണ്ടായിരുന്നു, വളരെ ഫേമസ് വൈദ്യനാണ്. അപ്പോൾ ആ പ്രഭുപാദര വൈദ്യനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. വൈദ്യനെ വിളിക്കാൻ വേണ്ടി കൽക്കത്തയിൽ പോയ സമയത്ത് 92 years ഓൾഡാണ്. അദ്ദേഹത്തിന് നടക്കാൻ വയ്യ. അപ്പോൾ മകനെ കണ്ടു. മകനോട് പറഞ്ഞു, ഇങ്ങനെ പ്രഭുപാദ വിളിക്കുന്നുണ്ട്,
അദ്ദേഹത്തിന് ഒട്ടും സുഖമില്ല. അപ്പോൾ അച്ഛൻ്റെ മരുന്ന് കഴിച്ചാലേ അദ്ദേഹത്തിന് സമാധാനമുള്ളൂ. അപ്പോൾ മഹമ്മദ് ഒരിക്കലും വരാൻ പറ്റില്ല, ഈസ് വെരി ഓൾഡ്, ഹി കനോട്ട് വാക്ക്. ഓക്കെ, ഇത് കൺവേഴ്സേഷൻ കേൾക്കുന്ന സമയത്ത് അച്ഛൻ അവിടുന്ന് കേട്ടു ആരാണ്. അപ്പോൾ പ്രഭുപാദയാണ് വിളിക്കുന്നത് പറഞ്ഞപ്പോൾ പ്രഭുപാദ ഈസ് കോളിംഗ് മീ, ഐ ഷുഡ് ഗോ. ഹി വാസ് റെഡി ടു ഗോ അറ്റ് ദാറ്റ് ഏജ്. അദ്ദേഹത്തിന് ചുമന്ന് വീൽ ചെയറിൽ എന്താ വെച്ചാൽ മകനും ഈ പ്രഭും കൂടി കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്ന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു പ്രഭുപാദയ്ക്ക്. എന്താ അറിയോ, ഡിയർ മസ്കിന്റെ ആ ഒരു ഇത് കസ്തൂരിയുടെ എന്തോ അത്, ഗോൾഡ്, പിന്നെ വേറെ 2-3 ഐറ്റം. ആ 2-3 ഐറ്റം കിട്ടാറുണ്ട്. ഇത് രണ്ടും വളരെ ബുദ്ധിമുട്ടാണ്. അത് എസ്പെഷ്യലി പക്ഷെ ഇദ്ദേഹം അത് അന്വേഷിച്ച് പോയി. എവിടെ വെച്ച് വളരെ അത് ബ്ലാക്ക് മാർക്കറ്റിലേ കിട്ടുള്ളൂ, അങ്ങനെ ഓപ്പണായിട്ട് കിട്ടില്ല. അത് അലൗഡിലുള്ളതാണ്. സംഭവം അത് അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ കൂട്ടൊക്കെ ഇട്ട് പ്രഭാതയ്ക്ക് കൊടുത്തു. പക്ഷെ ഹൗ ഇറ്റ് ഹാസ് എഫക്റ്റഡ് ഹിം പോസിറ്റീവ്ലി ഹി ഡസന്റ് നോ, ബട്ട് ദാറ്റ് മെഡിസിൻ വാസ് ഗിവൺ. അപ്പോൾ പ്രഭുപാദരുടെ ഡിവോട്ടീസ് അന്ന് എന്തും ചെയ്യാൻ തയ്യാറാണ്. ദേ ആർ റെഡി ടു ഗീവ് ദർ ലൈഫ്. അതാണ് ഒരു ശുദ്ധ ഭക്തന്മാർക്ക് അവരൊരു ജസ്റ്റ് ഒരു നോട്ടം മതി, എല്ലാം അതിൽ ഇതാവും. സോ അത്രയും അതാണ് ഭഗവാനും പറയുന്നത്. എന്നെ ഡയറക്റ്റ്ലി ആരാണോ ഉപാസിക്കുന്നത് അവരെൻ്റെ ഡിവോട്ടി അല്ല. എൻ്റെ ഭക്തന്മാരെ ആരാണോ ഉപാസിക്കുന്നത് അവരാണ് എൻ്റെ ഡിവോട്ടി. ദാസാനു ദാസ. Okay, so the talks are solely on the transcendental subjects. The symptoms of pure devotees are described in this verse specifically. Devotees of the Supreme Lord 24 hours daily engage in glorifying the qualities, pastimes of the Supreme Lord. Their hearts and souls are constantly submerged in Krishna, and they take pleasure in discussing him with other devotees. അപ്പോൾ അതിൽ കണ്ടെത്തുന്ന ആനന്ദം വേറൊന്നുമില്ല. ഭഗവാന്റെ ലീലകൾ സംസാരിക്കുമ്പോൾ അവർക്ക് അതിൽ കിട്ടുന്ന ആനന്ദം വേറെ ഒരു കാര്യത്തിലും അവർക്ക് കിട്ടില്ല, ശുദ്ധ ഭക്തന്മാർക്ക്. So in the preliminary stage of devotee service, they release the transcendental pleasure from the service itself. സേവ ചെയ്യുമ്പോഴാണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ. ആൻഡ് ഇൻ ദ മെച്യൂർ സ്റ്റേജ് they are actually situated in love of God. Mature stage. Once situated in that transcendental position, they can release the highest perfection which is exhibited by the Lord in his abode. Lord Chaitanya likens transcendental devote service to the sowing of a seed in the heart of the living entity. There are innumerable living entities traveling throughout the different planets of the universe, and out of them there are a few who are fortunate enough to meet a pure devotee and get the chance to understand devotional service. അല്ലേ, നമ്മൾ ആ ശ്ലോകത്തിലും അല്ലേ, മാനുഷ്യം ദുർലഭോ ജന്മോ ദൈഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. മനുഷ്യജീവൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ വിരളമാണ്. അതില് ഭക്തന്മാരുടെ ആ സംഘം കിട്ടുക എന്ന് പറയുന്നത് അല്ലെ, ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ സംഘം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും വിരളമാണ്. സോ ഡിവോഷണൽ സർവീസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ സീഡ് എന്ന് പറയുന്നത്. And if it is sown in the heart of the living entity and it goes on hearing and chanting Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, the seed fructifies just as the seed of a tree fructifies with regular watering. അപ്പൊ എങ്ങനെ നമ്മളൊരു വിത്ത് പോകുമ്പോൾ വെള്ളം വെളിച്ചം കിട്ടുമ്പോൾ സ്പ്രൗട്ട് ചെയ്യുന്നു, അതേപോലെ നമ്മുടെ ഹൃദയത്തില് ഈ ഹരേ കൃഷ്ണ മന്ത്രം നമ്മുടെ അനർത്ഥങ്ങളെല്ലാം പ്യൂരിഫൈ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് എങ്ങനെ നമ്മൾ ആ ഫെർട്ടൈൽ ലാൻഡിനെ എങ്ങനെ വാട്ടറിങ് ചെയ്യണം, എങ്ങനെ സൺലൈറ്റ് കൊടുക്കണം? സിംപ്ലി ബൈ ചാനിങ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. The spiritual plant of devotional service gradually grows and grows until it penetrates the covering of the material universe and enters to the Brahmajyoti effulgence in the spiritual sky. അപ്പൊ അത് വളർന്ന് എവിടെ penetrates the material covering. ഈ മെറ്റീരിയൽ കവറിങ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതാണ്? ഈ മെറ്റീരിയൽ കവറിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ പഞ്ചധാതു, 5 gross elements. ഓരോ കവറിങ്ങും അതിന്റെ പ്രീവിയസ് കവറിനേക്കാളും 10 times മോർ തിക്കറാണ്. ഇതിനെ പെനട്രേറ്റ് ചെയ്യണം. ആൻഡ് ഈ പെനട്രേറ്റ് ചെയ്യുന്ന സാധനം ഭക്തി ലതയാണ്. ഇറ്റ്സ് നോട്ട് എ ട്രീ.
അല്ലേ? ട്രീ ആണെങ്കിൽ അത് ഷാർപ്പാണ്, ഫേം ആണ്, അതിനെ തുളച്ച് കയറാൻ പറ്റും വിചാരിക്കുക. ഇത് ലതയാണ്. ലത മീൻസ് വെരി ടെൻഡർ. അപ്പൊ ഈ ലത ഇതിനെ പിയേഴ്സ് ചെയ്തിട്ട് ബ്രഹ്മജ്യോതിയും കവർ ചെയ്തിട്ട് വൈകുണ്ഠത്തിലെ ഭഗവാന്റെ തൃപ്പാദത്തിൽ എത്തണം. അപ്പൊ എത്ര സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ ചാനിങ്, എന്നാൽ മാത്രമേ എത്തുള്ളൂ. So gradually grows and grows until it penetrates the covering of the material universe and enters into the Brahma Jyoti effulgence into the spiritual sky. അവിടെ എത്തിയാൽ പിന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ. So in the spiritual sky also that planet grows more and more until it reaches the highest planet. അപ്പൊ അവിടെ സെറ്റിൽ ആവുന്ന ചെയ്യുന്നില്ല ഭക്തന്മാരെ അവിടെ സെറ്റിൽ ചെയ്യില്ല. അവിടുന്ന് again they grow ultimately where they will reach, the plant takes shelter under the lotus feet of Krishna and rests there. മറ്റത് ജ്ഞാനികൾ എവിടെ സെറ്റിൽ ചെയ്യും? ബ്രഹ്മജ്യോതിയിൽ. യെസ്, ദാറ്റ് ഈസ് മൈ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ? അവിടെ സെറ്റിൽ ചെയ്യും. ഗ്രാജുവലി as a plant grows fruits and flowers, that plant of devoted service also provides fruits. And the watering produces in the forms of chanting and hearing goes on. അപ്പൊ അവിടെ നിർത്തില്ല. ഓക്കെ, ഞാൻ അവിടെ സന്നിധാനത്തിലെത്തി, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ വേണ്ടി മുണ്ടാണ്ടിരിക്കുക, അതല്ല. It goes on. Chanting goes on. The devotional activities goes on. It never stops there. The plant of devoted service is fully described in the Chaitanya Charitamrita, Madhya Lila, chapter 19. It is explained there that when the complete plant takes shelter under the lotus feet of the Supreme Lord, one becomes fully absorbed in love of Godhead. Then he cannot live even for a moment without being in contact with the Supreme Lord, just as a fish cannot live without water. എങ്ങനെ ഒരു മത്സ്യം വെള്ളമില്ലാതെ ജീവിക്കില്ല, അതേപോലെ ഭഗവാന്റെ സാന്നിധ്യമില്ലാണ്ട്, ഭഗവാന്റെ കൃഷ്ണപ്രേമമില്ലാതെ ഒരു ഭക്തന് ജീവിക്കാൻ പറ്റില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ സദാ 24 മണിക്കൂറും വേറെ ചിന്തയില്ലേ, ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അതാണ് നമ്മുടെ ഫിഷിന്റെ ഒരു മത്സ്യത്തിന് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ട് അതിന്റെ ലൈഫ് എന്തായിരിക്കും? പോയി. അപ്പൊ അതിന് ലൈഫില്ല. അതേപോലെ ഒരു ഭക്തനെ ഭഗവാന്റെ ആ തൃപ്പാദത്തിൽ നിന്ന് മാറ്റിയാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഡിവോഷൻ സർവീസ് മാറ്റിയാൽ, ഹീസ് ലൈഫ്ലെസ്. So the devotee actually attains the transcendental qualities in contact with the Supreme Lord. Okay, in such a state, devotee actually attains the transcendental qualities in contact with the Supreme Lord. The Srimad Bhagavatam is also full of such narrations about the relationship between the Supreme Lord and his devotees. Therefore, the Srimad Bhagavatam is very dear to devotees, as stated in the Bhagavatam itself. Vradasuran, okay? Vradasuran's prayers, 4 prayers ഉള്ളൂ, പക്ഷെ ബ്യൂട്ടിഫുൾ പ്രേയേഴ്സ്. എന്താണ് പറയുന്നത്? ബാക്കി എല്ലാ പ്രേയേഴ്സും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഭീഷ്മ പ്രേയേഴ്സ് ഭഗവാന്റെ നേരെ മുമ്പിലാണ് ഭഗവാനോട് പറയുന്നത്. കുന്തി പ്രേയേഴ്സ് ഭഗവാനുള്ള സമയത്താണ് പറയുന്നത്. പ്രഹ്ലാദ് പ്രേയേഴ്സ് ഭഗവാനുള്ള സമയത്താണ് പറയുന്നത്. ധ്രുവ പ്രേയേഴ്സ് ഭഗവാനുള്ള സമയത്താണ് പറയുന്നത്. വൃത്താസുര എപ്പോഴാണ് പ്രേയർ വരുന്നത്? യുദ്ധക്കളത്തില് യുദ്ധം ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. വ്യത്യാസമുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ബാക്കിയൊക്കെ ഭഗവാൻ നേരെ മുമ്പിലുണ്ട്. ഭഗവാൻ എംപവർ ചെയ്യുന്നുണ്ട്. ധ്രുവനെ ഭഗവാൻ എംപവർ ചെയ്യണത്. 4-5 വയസ്സായിട്ടുള്ള കുട്ടിക്ക് എന്തറിയാം? നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ആ വിവരം മാത്രമേ ഉള്ളൂ. ഭഗവാൻ എന്നെ മുതല് കാണുന്നത്, എന്നൊക്കെ വേഷഭൂഷാദികളാണ് ഭഗവാനൊക്കെ. അപ്പൊ അതേപോലെ നാരദ മഹർഷി പറഞ്ഞ പോലെ ഭഗവാൻ വേഷിട്ട് വന്നു. മനസ്സിലായി ഭഗവാനാണെന്ന്. ആ കുട്ടിക്ക് അതിന്റെ എംപവർമെന്റ്, അതായത് ഭഗവാനെ സ്തുതിക്കാനുള്ള ആ ജ്ഞാനം ആര് കൊടുത്തു? ഭഗവാൻ. ആ കോൺഷ്യല് ഒന്ന് തൊട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കലി എല്ലാ അറിവും ഭഗവാനെ വേണ്ട വിധത്തിൽ സ്തുതിക്കാനുള്ള എല്ലാവരും ഭഗവാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു തൻ്റെ ഹൃദയത്തില്. അതാണ് ടച്ച് ചെയ്തപ്പോഴേക്കും ധ്രുവ മഹാരാജ് എന്തിനാണോ തപസ് ചെയ്യാൻ വന്നത് അതെല്ലാം മറന്നു. അത്രയും ആനന്ദത്തിൽ പോയി. എന്നിട്ടാണ് ധ്രുവ മഹാരാജ് ഈ പ്രേയർ പറയുന്നത്. സ്ഥാനാഭിലാഷി തപസി സ്ഥിതോഹം ത്വം പ്രാപ്തവാൻ ദേവ മുനീന്ദ്രഗുഹ്യം കാഞ്ചൻ വിചിന്വൻ അപി ദിവ്യരത്നം സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാച്ചി. അല്ലെ, ഞാൻ ബ്രോക്കൺ പീസ് ഓഫ്
ഓഫ് ഗ്ലാസ്. കുപ്പിച്ചില്ലുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞത്. തപസ്സിരിക്കാൻ സമയത്ത് എൻ്റെ ആഗ്രഹം കുപ്പിച്ചില്ലുകളായിരുന്നു. എന്താണ് കുപ്പിച്ചില്ലുകളെ? ഭൗതിക ആഗ്രഹം. എനിക്ക് ബ്രഹ്മാവിനെക്കാട്ടിലും വലിയ ഒരു രാജ്യം വേണം. അതിൻ്റെ സ്ഥാന അഭിലാഷി. ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. വലിയ ഒരു പദവി, രാജപദവി, ഭൗതിക തലത്തിലുള്ള ആസ്വാദനത്തിന് സ്ഥാനാഭിലാഷി, തപസ്, അതിനുവേണ്ടി തപസ് സ്ഥിതം. പക്ഷെ എനിക്ക് കിട്ടിയതെന്താണ്? ദേവന്മാർക്കും മുനികന്മാർക്കും ഗുഹ്യമായത്, ഒരിക്കലും കിട്ടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എനിക്ക് കിട്ടിയത്. സ്ഥാനാഭിലാഷി തപസ്സിതം ത്വം അങ്ങയെ പ്രാപ്തവാൻ ദേവ മുനി ഇന്ദ്ര ഗുഹ്യം. ദേവന്മാര് മുനിമാർക്ക് ഇന്ദ്രൻ കൂടിയും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. അങ്ങയുടെ ദർശനം കിട്ടി അല്ലെ? ഡയറക്റ്റ് ദർശനം കിട്ടി ഭഗവാന്റെ. എന്തിനോട് തുല്യ ഓമിച്ചന്? കാഞ്ചൻ വിചിന്മൻ അപ്പി ദിവ്യൻ. അത് വെറും കുപ്പിച്ചില്ല. നമ്മളിപ്പോ ഒരു ഗ്ലാസ് പൊട്ടി, അത് നമ്മൾ എടുത്തിട്ട് ഷോക്കേസിൽ വെക്കോ? എടുത്ത് കളയും. കുപ്പിച്ചിലിന് സമാനമാണ് അല്ലേ? പക്ഷെ എനിക്ക് കിട്ടിയത് എന്താണ്? ഞാൻ ചോദിച്ചത് കുപ്പിച്ചില്. അപ്പൊ ദിവ്യരത്നം, ട്രാൻസെൻഡന്റൽ ജം, ദിവ്യമായിട്ടുള്ള രത്നങ്ങളാണ് ഇടുക, അതായത് ഭഗവാനെ. അതുകൊണ്ട് സ്വാമിൻ കൃതാത്തോസ്മി വരം നിയാച്ചി, എനിക്ക് ഒരു വരം തരണ്ട പ്ലീസ്, ദയവ് ചെയ്തിട്ട്. അങ്ങയുടെ ദർശനം തന്നെ ഞാൻ ആഗ്രഹിക്കാത്ത എത്രയോ അപ്പുറത്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഇനി ഭൗതിക തലത്തിൽ ഒരാഗ്രഹം വേണ്ട. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സഫലീകരിച്ചു. എനിക്ക് ഒരു ആഗ്രഹമില്ല എന്ന്. അത് ആരാണ് ഇതിന് കൊടുത്തത്? ഭഗവാൻ അല്ലെ? പക്ഷെ ഇവിടെ വൃതാസുരൻ എന്താ പറയുന്നത്? ഇന്ദ്രന്റെ ആ ഇന്ദ്രനോട് പറയാണ് ആ വജ്രാശ്രം. ഇന്ദ്രൻ വജ്രാശ്രം എടുക്കുന്നില്ല, കൊല്ലുന്നില്ല. ആ വജ്രാശ്രം എടുത്തിട്ട് കൊല്ലാൻ വേണ്ടി പറയാണ്. ആര്? വൃതാസുരൻ. കാരണം അത് ദദീചി മഹർഷിയുടെ തപസ്സിന്റെ ഫലമായി കിട്ടിയിട്ടുള്ള വജ്രമാണ്. ആ വജ്രം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അപ്പൊ ആ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള വജ്രത്തോടുകൂടി എനിക്ക് മരിക്കണം, ഭഗവാന്റെ ഒരു ദാസൻ എന്ന്. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എടുക്കൂ, എന്നെ കൊല്ലൂ എന്നാ പറയുന്നത്. അതാണ് പ്രേയർസ്. വൃതാസുരൻ പറയുന്നത് യുദ്ധക്കളത്തിൽ പറയണം, ഭഗവാനെ സ്തുതിക്കാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് ഭഗവാന്റെ ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ ശത്രുവിനോട് തന്നെ വധിക്കാനാ പറയുന്നത്. ആരെങ്കിലും പറയോ? എന്നിട്ട് ഇൻസ്ട്രക്ട് ചെയ്യണം, ടേക്ക് ഇറ്റ്, ഇങ്ങനെ അടിക്ക്. അപ്പൊ ഇതാണ് ശുദ്ധഭക്തന്മാർ. വൃതാസുരൻ ആ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തു. തെറ്റല്ല, ഗന്ധർവനായത് ചിത്രകേതു ഗന്ധർവൻ പോകുന്ന സമയത്ത്, ആകാശമാർഗെ പോകുന്ന സമയത്ത് ശിവപാർവതിമാരെ കണ്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്നും ചിരിച്ചു. പാർവതി മാതാവിന് അത് ഇഷ്ടപ്പെട്ടില്ല, ശപിച്ചു. ശിവഭഗവാൻ ചോദിച്ചു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഇരിപ്പ് വശം അങ്ങനെയാണ്. ചിലപ്പോൾ തമാശ പറയും, അതൊന്നും കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഒരു കാരണം ആ ദേഹത്തിനും ഭക്തി ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ദേഹം, അസുരന്റെ ദേഹം കിട്ടിയാലും കൂട്ടിയിട്ട് ഭക്തി ഭഗവാനോട് കുറഞ്ഞിട്ടില്ല ഇവിടെ അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ പ്രേയേഴ്സ്, ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാര് ഏത് സാഹചര്യത്തിലും ഭഗവാനെ വിടില്ല, ഭഗവാനെ മറക്കില്ല. The Srimad Bhagavatam is also full of such narrations about the relationship between the Supreme Lord and his devotees. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ഒരുപാട് പ്രേയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഭഗവാനെ സ്തുതിക്കുന്നതാണ് അല്ലെ? Therefore the Srimad Bhagavatam is very dear to the devotees. അപ്പൊ അതിന്റെ എസെൻസ് ആണ്. എല്ലാ വേദങ്ങളുടെയും എല്ലാ സ്ക്രിപ്റ്റേഴ്സിന്റെയും എസെൻസ് ആണ്, ടോപ്പ് മോസ്റ്റ് ആണ് അല്ലെ? അത് എന്താണ്? എല്ലാ ഗുണങ്ങൾക്കും അപ്പുറത്താണ്. As stated in the Srimad Bhagavatam itself, 12.13.18, Srimad Bhagavatam Puranam Amalam Yad Vaishnavanam Priyam. പുരാണങ്ങളിലെ അമലമാണ്. എന്താണ് അമലം എന്ന് പറഞ്ഞാൽ? എന്താണ് അമലം എന്ന് പറഞ്ഞാൽ? Not contaminated. Incontaminated. Contaminated with what?
Material. Material what? ഭൗതിക ലോകമായിട്ട് ബന്ധമില്ല എന്നാണ് ട്രാൻസ്ജെൻഡർ കംപ്ലീറ്റ്. സിമി മാതാജി, വായിച്ചു പോയി. സിമി മാതാജിക്ക് ഓർമ്മയുണ്ട്. അയ്യോ. കൃഷ്ണ. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ കണ്ടാമിനേഷൻ ആയിരിക്കും? എന്താണ് കാരണം? വാട്ട് ഈസ് ദ കണ്ടാമിനേഷൻ ഹിയർ ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്? This year, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. വാട്ട് ബൈൻഡ്സ് us here? എന്താണ് എന്താണ് നമ്മളെ Body. ബന്ധിപ്പിക്കുന്നത് ഇവിടെ? ബോഡി. ഏ ത്രിഗുണങ്ങൾ. ആ ഗുണങ്ങൾ. ത്രിഗുണങ്ങള്. ഈ ഗുണങ്ങളാണ് മലം. അമലം എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ ത്രീ മോഡ്സ്. അറിഞ്ഞ മനസ്സിലായി? അതാണ് ശ്രീമദ് ഭാഗവതം പുരാണം അമലം. ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ത്രീ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. അത് 3 ഗുണത്തിനും അതീതമാണ്. അമലപുരാണം. അതുകൊണ്ടാണ് അമലപുരാണം എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നത്. മറ്റേതിനൊന്നും അമലപുരാണം എന്ന് പറയുന്നില്ല. അത് ധർമ്മ അർത്ഥ കാമ മോക്ഷ വിച്ച് ഈസ് വിത്തിൻ ദ ത്രീ മോഡ്സ്. ബാക്കിയല്ല ഇൻക്ലൂഡിങ് വേദാസ് ഓൾ എവറിത്തിങ് ഈസ് ഡീലിംഗ് വിത്ത് ധർമ്മ അർത്ഥ കാമ മോക്ഷ. അതല്ല ഈ 3 ഗുണങ്ങളിൽ ഉള്ളതാണ്. ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എവറിത്തിങ് ഈസ്. വേദങ്ങളെല്ലാം ഉണ്ട്, പുരാണങ്ങളെല്ലാം ഉണ്ട്, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഡെമിഗോഡ് വേർഷിപ്പ് ഉണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഈ 3 ഗുണങ്ങളിലാണ് അല്ലെ? പക്ഷെ ശ്രീമദ് ഭാഗവതം അതല്ല ഇവിടെ പറയുന്നത്. അമലപുരാണം. അമലപുരാണമാണ് വൈഷ്ണവാനാം പ്രിയം. വൈഷ്ണവന്മാർക്ക് ഏറ്റവും പ്രിയമായത് ശ്രീമദ് ഭാഗവതം. വൈ? ഇറ്റ് ഡീൽസ് ഡയറക്ട്ലി അബൌട്ട് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആൻഡ് ഹിസ് പ്യൂർ ഡിവോട്ടീസ്. ഇറ്റ് ടേക്സ് us above the three modes of material nature. 3 ഗുണങ്ങളിൽ നിന്നും മുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ട്രാൻസെൻസ്. അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ സ്പോട്ട്ലെസ് പുരാണ. അതായത് സ്പോട്ട്, ഒരു വലിയൊരു വൈറ്റ് മുണ്ട്, അതിൽ ഒരു ചെറിയൊരു കറുത്ത കുത്തിട്ട് പോകും. എന്തായിരിക്കും? സ്പോട്ട്ലെസ് ആണോ അത്? അപ്പൊ വേദങ്ങളിൽ അത് മതി. എല്ലാം വൈറ്റ്, പ്യുവർ വൈറ്റ്, അതിലൊരു ഡോട്ട്. കേടുന്നില്ലേ? കഴിഞ്ഞില്ല കഥ. ഒരു ഫുൾ ഗ്ലാസ് മിൽക്ക്, നെക്ടേറിയൻ മിൽക്ക്, അതിലൊരു ഡ്രോപ്പ് പോയ്സൺ ഇടും. എന്തായി? കണ്ടാമിനേറ്റഡ് അല്ലേ? ബട്ട് ശ്രീമദ് ഭാഗവതം ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. സമലം ആൻഡ് യത് വൈഷ്ണവാനാം പ്രിയം. വൈഷ്ണവന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ശ്രീമദ് ഭാഗവതം. ബിക്കോസ് ഇറ്റ് ഗീവ്സ് ദ എസെൻസ്. അതായത് കാച്ചി കുറുക്കി അതിന്റെ എസെൻസ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് നരേഷൻ ദർ ഈസ് നത്തിങ് അബൌട്ട് മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. ഇതിലെ ശ്രീമദ് ഭാഗവതത്തില് ഭൗതിക തലത്തിൽ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതായത് നമുക്ക് അത് നമ്മളെ പഠിപ്പിക്കുന്നത് പ്യുവർ ഭക്തിയാണ്. എക്കണോമിക് ഡെവലപ്മെന്റ്, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, സെപ്പറേഷൻ, ധർമാർത്ഥ കാമ മോക്ഷ, അതിനെ പറ്റിയല്ല അതിന് പറഞ്ഞിട്ടുള്ളത്. So Srimad Bhagavatam takes directly to transcendental world. Srimad Bhagavatam is the only narration in which the transcendental nature of the Supreme Lord and his devotees is fully described. അതാണല്ലോ വ്യാസദേവനോട് നാരദ മഹർഷി പറഞ്ഞത്. ഇത്രയൊക്കെ രചിച്ചിട്ടും തനിക്ക് എന്തുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല? ഇപ്പോഴും അവിടെ കടന്ന് കളിക്കുകയാണ് ധർമാർത്ഥ കാമ മോക്ഷത്തില്. അതൊന്ന് പുറത്തേക്ക് വരാൻ. ഗ്ലോറിഫൈ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഇറ്റ്. So thus the realized souls in Krishna consciousness take continual pleasure in hearing such transcendental literatures, just as young boy and girl take pleasure in association. Prabhupada or comparison logo just to attract the younger generation, the materially oriented people also. Just as a young boy and girl take pleasure in association. Hare Krishna. So text 10 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, वो प्रेमानंद हरि हरि।